ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷനും ഹാഫ് റേഞ്ച് സീരീസ് എന്നുള്ളതാണ്. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ എന്താണ്, ഓഡ് ഫംഗ്ഷൻ എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഒരു ഫംഗ്ഷൻ ഈവൻ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ അതിൻ്റെ എക്സാമ്പിൾസൊക്കെ പറഞ്ഞതാണ്. എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി ഈവൻ ഇഫ് എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് തന്നെയാണ് എങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ ഈവൻ ആണ്. അതായത് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് എക്സിന് പകരം മൈനസ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്താലും നമുക്ക് സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഫംഗ്ഷൻ നമ്മൾ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോസ് എക്സ് പറയുവാണെങ്കിൽ കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് തന്നെയാണ്. നമുക്ക് പറയാം കോസ് ഒരു ഈവൻ ഫംഗ്ഷനാണ്. എക്സ് സ്ക്വയർ എടുത്താൽ എക്സ് സ്ക്വയറിൻ്റെ അകത്ത് എക്സിന് പകരം നമ്മൾ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ വരും. മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ തന്നെ. അപ്പോൾ എക്സ് സ്ക്വയർ നമുക്കൊരു ഈവൻ ഫംഗ്ഷൻ എന്ന് പറയാം. പക്ഷേ നമ്മൾ എക്സ് ക്യൂബ് ആണ് എടുക്കുന്നതെങ്കിൽ മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എക്സ് ക്യൂബാണ് വരുന്നത്. അവിടെ നമുക്ക് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ഫോർമുല വരുന്നത്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ഫോമിലാണ് വരുന്നതെങ്കിൽ അത് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈൻ എക്സും എക്സ് ക്യൂബും ഒക്കെ എടുക്കുവാണെങ്കിൽ സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സാണ്. അപ്പോൾ അവിടെ സൈൻ എക്സ് എന്നുള്ളത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ എക്സ് ക്യൂബ് എടുക്കുവാണെങ്കിൽ മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ക്യൂബാണ്. അപ്പോൾ അത് ഒരു ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ എക്സിന് പകരം നമ്മൾ മൈനസ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ആണ് എങ്കിൽ നമ്മൾ അതിനെ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. മൈനസ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് അതേ ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ എക്സിന് മൈനസ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ അതേ ഫംഗ്ഷൻ തന്നെ കിട്ടുവാണെങ്കിൽ നമ്മൾ അതിനെ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഇത് രണ്ടും അല്ലാത്ത ഫംഗ്ഷനുകളും കാണാം. അപ്പോൾ ഇ റേസ് ടു എക്സ് ഒക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇ റേസ് ടു എക്സിൻ്റെ നമ്മൾ എഫ് ഓഫ് മൈനസ് എക്സ് എടുക്കുവാണെങ്കിൽ ഇ റേസ് ടു മൈനസ് എക്സ് വരും. അത് ഇ റേസ് ടു എക്സും അല്ല മൈനസ് ഓഫ് ഇ റേസ് ടു എക്സും അല്ല. അപ്പോൾ അത് ഈവനും അല്ല ഓടും അല്ല. അപ്പോൾ എല്ലാ ഫംഗ്ഷനുകളും ഈവനും ഓടും ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ എഫ് ഓഫ് മൈനസ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പം എഫ് ഓഫ് എക്സ് തന്നെ കിട്ടുവാണെങ്കിൽ, അതായത് ഫംഗ്ഷൻ്റെ അകത്ത് എക്സിന് പകരം മൈനസ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പം അതേ ഫംഗ്ഷൻ തന്നെ കിട്ടുവാണെങ്കിൽ അത് ഈവൻ എന്ന് പറയുന്നു. എക്സിന് പകരം മൈനസ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഏറ്റവും നമുക്ക് ഓർത്തിരിക്കാവുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ, എക്സ് റേസ് ടു 4, കോസ് എക്സ്, ആ ടേമുകളൊക്കെയാണ്. അതുപോലെ തന്നെ ഈവൻ ഓഡ് ഫംഗ്ഷൻ നമുക്ക് എടുക്കാവുന്ന എക്സാമ്പിൾസ് എക്സ്, എക്സ് ക്യൂബ്, സൈൻ എക്സ്, അതൊക്കെ ഓഡ് ഫംഗ്ഷനുകളുമാണ്. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ്റെ ഓഡ് ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം ഇപ്പം തന്നെ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 0 ആയി പോകും. എഫ് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കതിനെ 2 ടൈംസ് 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതാം. ആ ഒരു പ്രോപ്പർട്ടി നമുക്കിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന മിക്ക ഫുറിയർ സീരീസിനകത്തും നമ്മളിപ്പോൾ ഓൾറെഡി പ്രോബ്ലംസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും. നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിനകത്തൊക്കെ അങ്ങനെ മൈനസ് എൽ ടു എൽ ഫോം അല്ലെങ്കിൽ മൈനസ് പൈ ടു പൈ ഫോമിൽ വരുന്നതിൻ്റെ അകത്തൊക്കെ നമ്മുടെ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനോ ഓഡ് ഫംഗ്ഷനോ ആണെങ്കിൽ കുറേ ടേമുകളൊക്കെ പോകും, 0 ആയിട്ട് പോകും. ഒന്നെങ്കിൽ സൈൻ ടേം മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ കോസ് ടേമും കോൺസ്റ്റന്റ് ടേമും മാത്രമേ കാണുള്ളൂ. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഓഡ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഈവൻ ഫംഗ്ഷൻ്റെ ഓഡ് ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞത്. മൈനസ് ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് വിൽ ബി ഈക്വൽ ടു 0 if f of x is odd, and it will be equal to 2 times integral 0 to a f of x dx if f of x is even. പിന്നെ പ്രൊഡക്റ്റ് ഓഫ് 2 ഈവൻ ഫംഗ്ഷൻ ഈവൻ ആയിരിക്കും. പ്രൊഡക്റ്റ് ഓഫ് 2 ഓഡ് ഫംഗ്ഷൻ എടുക്കുവാണെങ്കിൽ അത് ഈവൻ ആയിരിക്കും. ഒരു ഈവനും ഒരു ഓടും കൂടി എടുക്കുവാണെങ്കിൽ അത് ഓഡായിരിക്കും. അത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൊറിയർ സീരീസ് എക്സ്പാൻഷനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഇപ്പം മൈനസ് എൽ ടു എല്ലും പറഞ്ഞു, മൈനസ് പൈ ടു പൈ എന്നുള്ള റേഞ്ചിലും പറഞ്ഞു. അപ്പം 0 ടു 2 പൈ ഒക്കെ വരുമ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഇൻ്റർവെൽ ഒന്നെങ്കിൽ മൈനസ് പൈ ടു പൈ അല്ലെങ്കിൽ മൈനസ് എൽ ടു എൽ ആണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്.
എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷനാണ് നമ്മൾ എടുത്തു. എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ, അതിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മൾ L2L പറയുവാണെങ്കിൽ എളുപ്പമുണ്ട്. നമ്മൾ ജനറലി നമ്മൾ പറയുവാണ് -L2L ഉള്ള ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്. ആ ഫംഗ്ഷൻ ഈവൻ ആണ്. അതിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ നമ്മൾ പറയുമ്പോൾ a0 + സിഗ്മ an cos n π/L x + bn sin n π/L x dx, where a0 is equal to 1/2L integral -L2L f of x dx എന്ന് വരും. അപ്പം അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, ഈവൻ ഫംഗ്ഷൻ ആകുമ്പം നമുക്ക് ആ 1/2L -L2L f of x dxനെ നമുക്കതിനെ 2 ടൈംസ് അല്ലേ 1/2L, ഞാൻ ഈ പറയുന്നത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ ഫംഗ്ഷൻ ഈവൻ ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഫംഗ്ഷൻ ഈവൻ ആകുമ്പം അതെന്തായിട്ട് മാറി, a0 is equal to 1/2L -L2Lന് പകരം 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to L f of x dx എന്നാവും. അപ്പോൾ ആ 2ഉം 2Lൻ്റെ 2ഉം കൂടെ വെട്ടിപ്പോയിട്ട് നമുക്ക് എന്ത് കിട്ടും, a0ൻ്റെ ഫോർമുല. അപ്പം എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് എങ്കിൽ നമുക്ക് a0 = 1/2L -L2L എടുക്കുന്നതിന് പകരം നമുക്ക് 1/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എടുത്താൽ മതി. അപ്പോൾ a0ന് ഫോർമുലയ്ക്ക് വ്യത്യാസം വന്നു. ഇനി നമ്മൾ an നോക്കുക. a-ൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 1/L ഇൻ്റഗ്രൽ -L2L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n π/L x dx ആണ്. ഇവിടെ എഫ് ഓഫ് എക്സും ഈവനാണ്, കോസും ഈവൻ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എന്നുള്ളത് ഈവനായിട്ട് മാറും. അപ്പോൾ അവിടെ എന്ത് വരും, 1/Lന് പകരം 2/L -L2Lന് പകരം 0 to L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n π/L x dx എന്ന് വരും. ഇനി നമ്മൾ bn എടുക്കുക. bn എടുക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനും സൈൻ n π/L x എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ എഫ് ഓഫ് എക്സും സൈൻ n π/L x എന്നും കൂടെ പറയുമ്പോൾ അത് ഒരു ഓഡ് ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പോൾ -L2L എടുക്കുമ്പോൾ അത് 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്തെ ആ bn ടേം 0 ആയിട്ട് പോകും. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് എങ്കിൽ ഫൊറിയർ സീരീസ് നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ അങ്ങനെ വന്നപ്പം ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും ഒക്കെ പറഞ്ഞ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു പോയി. ആ സിംപ്ലിഫൈ ചെയ്തു പോയപ്പോൾ നമുക്ക് അത് തന്നെയാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ നമ്മളതിനെ ഇവിടെ അതിനെ ഒന്ന് പെർട്ടിക്കുലറായിട്ട് ജനറലൈസ് ചെയ്യുവാണ്. എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് എങ്കിൽ അതിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ്റെ അകത്ത് a0 ടേമും an ടേമും മാത്രമേ കാണുകയുള്ളൂ. bn ടേം ഓട്ടോമാറ്റിക്കലി 0 ആയി പോകും. കാരണം bn ടേമിൻ്റെ അകത്ത് ആ ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു സൈൻ ഫോമിൽ വരുന്നത് കൊണ്ട് അതൊരു ഓഡ് ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പോൾ -L2. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഇത് -L2L -π/π ഫംഗ്ഷൻ ഈവൻ ആകുമ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എഫ് ഓഫ് എക്സ് ഈവൻ ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഇൻ ദ ഇൻ്റർവൽ -L2L എന്ന് പറയുന്നത് a0 is equal to 1/2L എന്നുള്ള 2 ടൈംസ് എടുത്തുകൊണ്ടപ്പോൾ 1/L ആയിട്ട് മാറി. 1/L ഇൻ്റഗ്രൽ 0 to L. a0ൻ്റെ ഫോർമുലയ്ക്ക് അത് വ്യത്യാസം വരും, നോട്ട് തന്നിട്ടുണ്ട്. a0 is equal to 1/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിട്ട് മാറി. എൻ്റെ അകത്ത് 2/L വരും, കാരണം 2 ടൈംസും കൂടെ വരുമല്ലോ. അപ്പോൾ 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n π/L x dx ആയിട്ട് മാറും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായിട്ട് മാറി, അപ്പോൾ ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് എങ്കിൽ ആ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഒരു കൊസൈൻ സീരീസ് ആയിട്ട് മാറി. അതിൻ്റെ അത് സൈൻ ടേമുകളൊന്നും കാണത്തില്ല. അപ്പോൾ അത് നമ്മൾ ഈവൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഓഡ് കേസ് കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഓടാന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് ഓടാണ് എങ്കിൽ a0 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 1/2L ഇൻ്റഗ്രൽ -L2L എഫ് ഓഫ് എക്സ് ഡി എക്സ്, വേറെ എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്. അപ്പോൾ -L2L എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അപ്പോൾ a0 0 വരും. ഇനി നമ്മൾ an കൺസിഡർ ചെയ്യുക. എൻ്റെ അകത്ത് നമുക്ക് വരുന്നത് 1/L -L2L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n π/L dx. എഫ് ഓഫ് എക്സ് ഓടും കോസ് ഈവനും ആയതുകൊണ്ട് ആ പ്രൊഡക്റ്റ് ഓഡായിട്ട് മാറും. അപ്പോൾ ആ ടേമും 0 ആയിട്ട് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ് എങ്കിൽ a0 ടേമും 0 ആയിരിക്കും, an ടേമും 0 ആയിരിക്കും. പിന്നെ മിച്ചം bn ടേം മാത്രമേ ഉള്ളൂ. bn ടേം നമുക്ക് നോക്കുമ്പോഴത്തേക്കും 1/L ഇൻ്റഗ്രൽ -L2L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n π/L x. അപ്പോൾ അത് -L2L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഓടാ സൈനും ഓടാകുമ്പോൾ അത് ഈവൻ ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പോൾ നമുക്കതിനെ 1/L 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n π/L x എന്ന് പറയും. അപ്പം bn എന്ന് പറയുന്നത് എന്താണ്, 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n π/L x dx എന്നായിട്ട്.
അപ്പം ഫംഗ്ഷൻ ഓഡാണ് എങ്കിൽ അതിൻ്റെ അകത്ത് A0 ടേമും കാണത്തില്ല AN ടേമും കാണത്തില്ല, BN ടേം മാത്രമേ കാണത്തുള്ളൂ. BN ടേം മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു സൈൻ സീരീസ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഫംഗ്ഷൻ -L to L ആ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണ് എങ്കിൽ അതിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ അത് സൈൻ ടേം കാണത്തില്ല, അതൊരു കൊസൈൻ സീരീസ് ആയിട്ട് മാറും. ആ കൊസൈൻ സീരീസിൻ്റെ ഫോം എന്ന് പറയുന്നത് A0 + സിഗ്മ AN cos n π/L x dx ആണ്, വേർ A0 = 1/L ഇൻ്റഗ്രൽ 0 to L ആ ലെങ്ത് പകുതി ഇൻ്റഗ്രൽ 0 to L f of x dx ആൻഡ് AN = 2/L ഇൻ്റഗ്രൽ 0 to L f of x into cos n π/L x dx എന്ന് വരും. എഫ് ഓഫ് എക്സ് ഓഡ് ആണ് എങ്കിൽ അതിൻ്റെ അകത്ത് A0 ടേമും കാണത്തില്ല AN ടേമും കാണത്തില്ല, BN ടേം മാത്രമേ കാണത്തുള്ളൂ. BN ടേം എങ്ങനെയാണ് അവിടെ വരുന്നത്? BN will be equal to 2/L 0 to L f of x into sin n π/L x dx. ആ ഒരു ഒറ്റ ടേം, അപ്പോൾ അതൊരു സൈൻ സീരീസ് ആയിട്ട് മാറും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈവൻ ആണ് എങ്കിൽ അതിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞൊരു കൊസൈൻ സീരീസ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഓഡ് ആണ് എങ്കിൽ അതിൻ്റെ ഫൊറിയർ സീരീസ് എന്ന് പറയുന്ന ഒരു സൈൻ സീരീസ് ആയിരിക്കും. ഇത് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇൻ്റർവെല്ലാണ് പറഞ്ഞാൽ -L to L. ഇതേ കാര്യം തന്നെ നമുക്ക് പൈ ലെങ്ത് ഉള്ള ഇൻ്റർവെലിൻ്റെ കേസിലും പറയാൻ പറ്റും. പൈ ലെങ്ത് ഉള്ള അല്ല 2π ലെങ്ത് ഉള്ള ഇൻ്റർവെൽ -π to πയിലാണ് എങ്കിൽ എഫ് ഓഫ് എക്സ് മുമ്പത്തെ പോലെ തന്നെ എല്ലിന് പകരം പൈ വരും എന്നുള്ളതേ ഉള്ളൂ. സപ്പോസ് എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ, എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ ഇൻ ദ ഇൻ്റർവെൽ -π to π. -π to π എന്നുള്ള ഇൻ്റർവെൽ എഫ് ഓഫ് എക്സ് ഈവൻ ആണ്. എഫ് ഓഫ് എക്സ് ഈവൻ ആണ് എങ്കിൽ നമുക്ക് A0 എന്ന് പറയുന്നതിൻ്റെ ഫോമുല നമ്മൾ പറയുമ്പോഴത്തേക്കും 1/2π ഇൻ്റഗ്രൽ, നമ്മൾ ഒറിജിനൽ പഠിച്ച ഫോമുല 1/2π ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് ഈവൻ ആയതുകൊണ്ട് ആ -π to π നമുക്ക് 2 times ഇൻ്റഗ്രൽ 0 to π ആക്കാൻ പറ്റും. അപ്പോൾ 1/2π into 2 times ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും. അപ്പോൾ ആ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് A0ൻ്റെ ഫോമുല എന്തായിട്ട് മാറി? 1/π ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിട്ട് മാറി. ANൻ്റെ ഫോമുലയ്ക്കകത്തും വ്യത്യാസം വരും. AN എന്ന് പറയുന്നത് 1/π ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് NX dx ആണ്. കോസ് NX എന്ന് പറയുന്നത് ഈവൻ ആണ്, എഫ് ഓഫ് എക്സും ഈവൻ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് കോസ് NX ഈവൻ ആയിരിക്കും. അപ്പോൾ അതിനെ അവിടെ നമുക്ക് 2 times എടുക്കാം. 1/π 2 times 0 to π, അപ്പോൾ അത് 2/π ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് കോസ് NX dx എന്ന് വരും. ഇനി BN എടുക്കണം. BN എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈവനും സൈൻ NX എന്ന് പറയുന്നത് ഓടുക. എഫ് ഓഫ് എക്സ് ഈവൻ സൈൻ NX ഓഡ്. അപ്പോൾ ഈവനും ഓടും കൂടെ വരുമ്പോൾ ആ പ്രോഡക്റ്റ് ഓടായി പോകുന്നതുകൊണ്ട് -π to π ഇൻ്റഗ്രലിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഈവൻ ഫംഗ്ഷൻ ഇൻ ദ ഇൻ്റർവെൽ -π എടുത്താൽ അതിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ്റെ അത് സൈൻ ടേമിൽ കാണത്തില്ല. അപ്പോൾ അത് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഇസ് എ കൊസൈൻ സീരീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ കൊസൈൻ സീരീസിലുള്ള ടേമുകൾ A0ഉം AN ടേമുകളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് A0 + സിഗ്മ AN cos NX dx ആണ്, വേർ A0 = 1/π ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സും വരും. AN എന്ന് പറയുന്നത് 2/π ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് NX dx വരും. ഇനി നമുക്കുള്ളത് എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷൻ ഇൻ ദ ഇൻ്റർവെൽ -π ആണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് ഓഡാണ് ഇൻ ദ ഇൻ്റർവെൽ -π. അപ്പോൾ A0 നമ്മൾ എടുക്കുമ്പോൾ 1/π -π to π എഫ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ അത് 0 ആണ്. ഇനി AN എടുക്കുമ്പം അത് 1/π -π to π എഫ് ഓഫ് എക്സ് ഓഡ് കോസ് ഈവൻ, ഓടും ഈവനും കൂടെ വരുമ്പം അത് ഓടായിട്ട് മാറും. ആ ഇൻ്റഗ്രലും 0. അപ്പോൾ A0 ടേമും 0 ആയിരിക്കും, AN ടേമും 0 ആയിരിക്കും. BN എടുക്കുമ്പോഴോ BN = 1/π ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ NX dx. എഫ് ഓഫ് എക്സ് ഓടാ സൈനും ഓടാകുമ്പോൾ അത് രണ്ടും കൂടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഈവൻ ആയിട്ട് മാറും. അപ്പോൾ ആ 1/π എന്നുള്ളത് 2/π ഇൻ്റഗ്രൽ -π to π എന്നുള്ളത് 0 to π എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് NX dx. അപ്പോൾ അതിൻ്റെ അത് A0 ടേമും ഇല്ല, AN ടേമും ഇല്ല, BN ടേം മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ളതെല്ലാം 0 ആയിട്ട് പോകും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഓടാണ് എങ്കിൽ A0 ടേമും AN ടേമും ഇല്ല, BN ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഒരു സൈൻ സീരീസ് ആയിരിക്കും. അപ്പോൾ വളരെ ചുരുക്കി പറയുവാണെങ്കിൽ -L to L ആണെങ്കിലും -π to π ആണെങ്കിലും എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫൊറിയർ സീരീസ് എക്സ്പാൻഷനകത്ത് A0 ടേമും AN ടേമുകളും മാത്രമേ കാണൂ. അപ്പോൾ അതെന്ന് പറഞ്ഞൊരു കൊസൈൻ സീരീസ് ആയിട്ട് മാറുന്നു.
അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഓഡാണ് എങ്കിൽ അതിനകത്ത് എ നോട്ട് ടേമും എ എൻ ടേമും 0 ആയിട്ട് മാറും. അപ്പം ബി എൻ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു സൈൻ സീരീസ്, കാരണം അതിൻ്റെ അത് ബി എൻ ടേം മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് അതൊരു സൈൻ സീരീസ് ആയിട്ട് മാറുന്നു. അതാണ് നമ്മളിപ്പം അതിൻ്റെ തിയറി ആദ്യം നിങ്ങൾ നോട്ടിൽ ആ ഒരു തിയറി അത്രയും പോർഷൻ എഴുതിയിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യണം. ഇതിൻ്റെ കൂടുതൽ ഒരു ചെറിയ തീറവും കൂടിയുണ്ട്. അതായത് ഫൊറിയർ കോഎഫിഷ്യൻസ് ഓഫ് F1 പ്ലസ് F2 എന്ന് പറയുന്നത് ഫൊറിയർ കോഎഫിഷ്യൻ ഓഫ് F1 പ്ലസ് ഫൊറിയർ കോഎഫിഷ്യൻ ഓഫ് F2 എന്നാണ്. അപ്പോൾ അതായത് നമുക്ക് രണ്ട് ഫംഗ്ഷൻ്റെ സം ആയിട്ടുള്ളതിൻ്റെ ഫൊറിയർ സീരീസ് കാണാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഫൊറിയർ സീരീസ് ചെയ്തിട്ട് അത് ആഡ് ചെയ്താൽ അത് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് എഫിൻ്റെ ഫൊറിയർ സീരീസ് അറിയാമെന്നുണ്ടെങ്കിൽ സി എഫിൻ്റെ ഫൊറിയർ സീരീസ് എൻ്റെ കോഎഫിഷ്യൻറ്റുകൾ എന്ന് പറയുന്നത് സി ടൈംസ് ദ ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻ്റ് ഓഫ് എഫ് ആണ്. എഫിൻ്റെ സി ടൈംസ് വരും സി എഫിൻ്റെത് വരുന്നത്. അതാണ് അതിൻ്റെ തീറമായിട്ട് വരുന്നത്. നമുക്കതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം.